നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബിസിനസിന്റെ ബാലപാഠങ്ങള് നിനക്ക് പറഞ്ഞു തന്നതേ ഗൗതമാണ്. ആ ഗൗതമിനോടാണ് എല്ലാം എഴുതി തന്നിട്ട് പുറത്തു പോണോന്ന് നീ ആവശ്യപ്പെടുന്നത്. അത് മോശമാണ്. ആന്റി അത്രയ്ക്ക് വിശാലോട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇങ്ങേരെ ബിസിനസ് പഠിപ്പിച്ചത് ആരാ? ആന്റി അല്ലേ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഇനി കൂടുതൽ വർത്താനം ഒന്നും വേണ്ട. വേഗം ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് തന്നിട്ട് കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നോക്ക്. പ്രണവേ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. ഗൗതം, വേണ്ട. പ്രണവിന്റെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുത്തേക്ക്. എന്താ നിധി പറയുന്നത്? ഇനി ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. എത്രത്തോളം ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഇവിടെയുള്ളവരുടെ സമാധാനം നശിച്ചുകൊണ്ടേയിരിക്കും. ഗൗതം, പ്ലീസ് പ്രണവ് പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തേക്ക്. എന്തിനാ ഗൗതം മടിക്കുന്നത്? ഗൗതമിന്റെ പേരിൽ ഇനി ഒന്നും വേണ്ട. ഈ വീട്ടിലെ സമാധാനമാണ് നമുക്ക് വലുത്. നിധി നിർത്ത്. എടാ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ പേരിലുള്ള കമ്പനിയുടെ എല്ലാ അവകാശവും ഒഴിഞ്ഞ് പ്രണവിന്റെ പേരിലേക്ക് എല്ലാം എഴുതി കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ? മനസ്സിൽ ഒരു ചെറിയ വിഷമമെങ്കിലും ഉണ്ടെങ്കിൽ നീ സമ്മതിക്കണ്ട. തുറന്ന മനസ്സോടെ ആത്മാർത്ഥമായിട്ട് വേണം പറയാൻ. എല്ലാം പ്രണവിന് എഴുതി കൊടുക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ട്. എന്റെ വിഷമം ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. ഇവനിപ്പോ നിൽക്കുന്നതിൽ നിന്ന് ഉയരത്തിലേക്ക് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന നമ്മുടെ പ്രസ്ഥാനത്തിനെ നയിച്ചുകൊണ്ട് പോവാനാവുമോ എന്നുള്ള ഭയം മാത്രമാണ്. അല്ലാതെ എൻ്റെ എല്ലാ അവകാശങ്ങളും ഒഴിഞ്ഞു കൊടുക്കുന്നതിനോ എല്ലാം ഇവന്റെ പേരിൽ എഴുതി കൊടുക്കുന്നതിനോ എനിക്ക് ഒരു വിഷമവുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ നീ മടിച്ചു നിൽക്കുന്നത്? അത് വാങ്ങി സൈൻ ചെയ്ത് കൊടുത്തേക്ക്. ഇനി അങ്ങോട്ട് ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ അവകാശി പ്രണവ് മാത്രമായിരിക്കും. ഇവനായിരിക്കും കമ്പനി ഇനി നയിക്കുന്നത്. അമ്മ ഒരു വാക്ക് പറഞ്ഞാ എനിക്ക് മറുവാക്കില്ല. ഒന്നും ആലോചിക്കാനുമില്ല. ഞാനിപ്പോ തന്നെ സൈൻ ചെയ്ത് കൊടുക്കാം. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെയും ഈ നിൽക്കുന്ന വസുന്ധരാമ്മയുടെയും എൻ്റെയൊക്കെ വേർപ്പിൻ്റെ ഫലമാണ്. അതിനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിനക്ക് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. അമ്മ എന്തോ അമ്മയെ കാണിക്കുന്നേ? എന്താ അമ്മയത്? നീ ഇനി മിണ്ടരുത്. ഇനി ഞാൻ പറയും അത് കേട്ടാ മതി. നമ്മുടെ കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അച്ഛന്റെയും വസുന്ധരാന്റിയുടെയും ഇവന്റെയൊക്കെ വിയർപ്പാണെന്ന്. പക്ഷേ അതിൽ എനിക്കറിയാവുന്ന ഒരു സത്യമുണ്ട്. ആരുടെ അധ്വാനം ചെറുതല്ല. പക്ഷേ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പ്രസ്ഥാനം ഇന്ന് ഈ നിലയിൽ എത്തിച്ചതിന് പിന്നിൽ ഇവനൊഴുകിയത് വിയർപ്പായിരുന്നില്ല, ഇവന്റെ ചോരയായിരുന്നു. അത് മുഴുവൻ നിനക്ക് ഒറ്റയ്ക്കങ്ങ് എഴുതി തരണം. ഇല്ലടാ പ്രണവേ? ഗൗതം എന്താണെന്നും അവന്റെ മനസ്സ് എങ്ങനെയുള്ളതാണെന്നും
എല്ലാവരെയും ഇത് ബോധ്യപ്പെടുത്തണമായിരുന്നു എനിക്ക്. കണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഇവന് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവൻ അതനുസരിച്ചിരിക്കും. മനസ്സിലായല്ലോ ഗൗതമിന്റെ മനസ്സെന്താണെന്ന്. നടക്കില്ല പ്രണവേ. നിന്റെ ഒരു ദുരാഗ്രഹവും നടപ്പിലാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പാർട്ട്ണർ എന്നൊരു പദവി നിനക്ക് തന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് അത് നോക്കി നടത്താൻ നോക്ക്. അതല്ല, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെങ്കിൽ അതും ചെയ്തു തരും. അതും പോരാതെ എല്ലാം അങ്ങ് കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല പ്രണവേ. അമ്മ 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 എന്തേ കാണിക്കുന്നേ? എന്തോ അമ്മേ കാണിച്ചേ? അവകാശം എഴുതി വാങ്ങിക്കാൻ വന്നിരിക്കുന്നവൻ. പിന്നെന്താ സന്തോഷം കൊണ്ട് ഇവിടെ തുള്ളിച്ചാണോ ഞാൻ? പ്രണവി, നീ എന്താ ഉദ്ദേശിക്കുന്നേ? നീ എന്തിനാ കമ്പനിയുടെ മുഴുവൻ അവകാശവും നിനക്ക് വേണോന്ന് പറയുന്നേ? എന്താ ചോദിക്കാൻ പാടില്ലേ? എനിക്കങ്ങനെ ചോദിക്കാനുള്ള അവകാശമില്ലേന്ന്. എന്തുദ്ദേശത്തില് ആന്റി ഗൗതമിനെ സപ്പോർട്ട് ചെയ്യുന്നേ? എടാ, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തൊന്നുമല്ല. എല്ലാ കാര്യത്തിനും അതിന്റേതായൊരു ന്യായം ഉണ്ടല്ലോ. അത് ആരുടെ മുന്നിലായാലും ഞാൻ പറയും. നീ ഇപ്പൊ പറഞ്ഞല്ലോ നിനക്ക് കമ്പനിയിൽ അവകാശം ഉണ്ടെന്ന്. സമ്മതിച്ചു. നിനക്ക് എത്രത്തോളം അവകാശമുണ്ടോ അതേ അവകാശം ഗൗതമിനും ഉണ്ട്. പക്ഷേ നീ ഇപ്പൊ ആഗ്രഹിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് തന്നെ ഗൗതമിനെ തുടച്ചു മാറ്റണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെയാ നടക്കുന്നത് പ്രണവ്? ആന്റി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ് ഈ വീട്ടിൽ നിന്നിറങ്ങി പോയ ആളയാള്. അയാളുടെ പിന്നാലെ നടന്ന് യാചിച്ചതും കാല് പിടിച്ചതും അപേക്ഷിച്ചതും ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും സർവ്വതും അയാളുടെ കാലിലോട്ട് വെച്ചു കൊടുത്തത് ഈ ഞാനാ. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇന്ന് സർവ്വതും എന്റെ കൈവെള്ളലിരുന്നേ. ഞാനാ വിട്ടിത്തരം കാണിച്ചേ. എടാ പ്രണവ്, നീ ഈ പറയുന്നത് അഹങ്കാരമാ, കാണിക്കുന്നത് അധികം പറ്റാ. എത്രയൊക്കെ പറഞ്ഞാലും